നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യത്തിൽ ഈ പ്രോഗ്രാമിന് വരാൻ എനിക്ക് തോന്നിയത് നന്നായി. അതുകൊണ്ടാ ഇങ്ങനൊരു കാര്യം ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്റെ ചിത്രത്തിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന നായിക ഈ നിൽക്കുന്ന രാധികയാണ്. മനസ്സ് നിറഞ്ഞു. അമ്മയുടെ മാത്രമല്ല, കണ്ടുനിന്ന എല്ലാവരുടെയും. ഒരുപാട് പേര് മോളെ കാണണമെന്ന് പറയുന്നുണ്ട്. പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഫിദമ്മയുടെ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് തെറ്റിപ്പോയാലോ എന്നൊരു പേടി. നിന്നെ കുറിച്ചുള്ള എന്റെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും തെറ്റില്ല. കാരണം എന്താ, നിന്റെ അമ്മയല്ലേ ഞാൻ. പോയി ചേഞ്ച് ചെയ്യ. ഈ കുട്ടികളെ നോക്കോണേ. പോയിട്ടെ. കൺഗ്രാറ്റ്സ്, അതിഗംഭീരമായി. എന്റെ തൊട്ടടുത്തേ ഡയറക്ടർ ഇന്ദ്രജിത് മേനോൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു പെർഫോമൻസ് ഈ അടുത്തിടയ്ക്ക് കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. വയ്ക്കോ, സ്റ്റേജിൽ താൻ ആടിയത് നമ്മുടെ പ്രണയ. താൻ എന്റെ മുമ്പിൽ ഒന്ന് നൃത്തം ചെയ്തപ്പോ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? കൃഷ്ണന് രാധയെ പോലെ വരുണിന് രാധയുള്ളൂ. ശരി, മനസ്സിലെ പ്രണയം കളയണ്ട. എനിക്ക് വേണോ അത്? ഉണ്ണിമായേ, മോളെന്താ ഇവിടെ ഇരിക്കുന്നേ? അവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. മോള് മാത്രം എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ തെറ്റിച്ചില്ലേ? ഞാൻ കാരണം ടീച്ചറിന് ചീത്തപ്പേരായില്ലേ എന്നാര് പറഞ്ഞു? എനിക്കറിയാലോ, ടീച്ചർ എന്തോരം ബുദ്ധിമുട്ടിയാ ഞങ്ങളെ പഠിപ്പിച്ചത്. എന്തോരം പറഞ്ഞു വന്നു. എന്നിട്ട് ഞാൻ തെറ്റിച്ചില്ലേ? അയ്യോടാ, ഇതിനൊക്കെ കരയാൻ പാടില്ല. അവിടെ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന ആൾക്കാരൊക്കെ ടീച്ചറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ആരാന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞത് ഉണ്ണിമായുടെ പേരാ. ഡാൻസിനെ കുറിച്ച് പറയുന്നവരൊക്കെ ഉണ്ണിമായെ പറ്റി പ്രത്യേകം ചോദിച്ചു. അതിലൊരാൾ എന്താ ചോദിച്ചെന്നറിയോ? ആ കുട്ടി ടീച്ചറിന്റെ അനിയത്തി കുട്ടിയാണോ, രണ്ടുപേരും ഒരുപോലെ ഡാൻസ് ചെയ്യുന്നെന്ന് അങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചോ? ചോദിച്ചു. എന്റെ ഉണ്ണിമായ കുട്ടിയാണ് സത്യം. എന്നാലും ഇനി കരഞ്ഞ ടീച്ചർ പിണങ്ങും. എന്ത് രസായിരുന്നു നമ്മുടെ പ്രോഗ്രാം എന്നാ എല്ലാരും പറയുന്നത് അറിയോ? ടീച്ചർ സ്റ്റേജിൽ കളിച്ചോണ്ടിരുന്നപ്പോ ആരെയാ നോക്കിക്കൊണ്ടിരുന്നേ? ഉണ്ണിമായെ. അത്രയ്ക്ക് ഇഷ്ടല്ലേ എന്റെ മോളെ ടീച്ചർക്ക്? അത്രയ്ക്ക് രസമായിട്ടാ മോള് കളിച്ചേ.
ഒരു സമ്മാനം എന്റെ മോൾക്ക് ടീച്ചർ തരട്ടെ. ദേ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. വാ. രാധിക മോളത് എവിടെയായിരുന്നു? ഞാൻ ഉണ്ണിമായുടെ അടുത്ത് നിൽക്കായിരുന്നു. വന്നവരെല്ലാം രാധികയോട് പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞു. നാളെ വിളിക്കാന്നും പറഞ്ഞു. പ്രിയേ, എങ്ങനെയുണ്ടായിരുന്നു? ആ കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഫിദാമാം ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. ശ്യാമ വിളിക്കുമ്പോ സാർ വന്നിരുന്ന കാര്യം ഞാൻ പറയാം. ആ അല്ല, താനെങ്ങോട്ടാ? വീട്ടിലേക്കാണോ അതോ ഹോട്ടലിലേക്കാണോ? ആ ഞങ്ങൾ ഹോട്ടലിലേക്കാ. ആ പടത്തിന്റെ കാര്യങ്ങൾ നടക്കല്ലേ. ആഹാ. ആ പിന്നെ പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം ആ. പറയാനുണ്ട്. ഞാൻ പുതിയതായി ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ പേര് അനൗൺസ് ചെയ്തു. ആഹാ. പുനർജന്മം. ആഹാ. കൊള്ളാലോ. നാളെ സോഷ്യൽ മീഡിയ വഴി പേര് അനൗൺസ് ചെയ്യും. ആ പുനർജന്മത്തിലെ ഹീറോയിൻ ഡബിൾ റോളാ. ഒരമ്മ മകൾ ബന്ധത്തിന്റെ കഥ. കൊള്ളാലോ. ഒരു പുതിയ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. ഇവിടെയോ? യെസ്. സത്യത്തിൽ ഈ പ്രോഗ്രാമിന് വരാൻ എനിക്ക് തോന്നിയത് നന്നായി. അതുകൊണ്ടാ ഇങ്ങനൊരു കാര്യം ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ എന്റെ ചിത്രത്തിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന നായിക ഈ നിൽക്കുന്ന രാധികയാണ്. Are you serious, Indrajit? യെസ് മാം. രാധികയ്ക്ക് എന്റെ ക്യാരക്ടർ നന്നായി ചേരും. കഴിഞ്ഞ കുറെ നേരമായി ഞാനത് വാച്ച് ചെയ്യുകയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.